ഗസയിൽ സൈന്യത്തെ ഇറക്കുമെന്ന് വീണ്ടും തുർക്കി ആവർത്തിച്ചു. ഗസയിലേക്ക് സൈന്യത്തെ ഇറക്കിയാൽ തടയുമെന്ന് ഇസ്രായേലും അവകാശപ്പെട്ടു. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ കൊമ്പ് കോർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതിനാൽ അന്താരാഷ്ട്ര സേനയിലേക്ക് തൽക്കാലം സൈന്യത്തെ അയക്കേണ്ടെന്ന് അറബ് രാജ്യങ്ങളും തീരുമാനിച്ചു. ഈ മേഖല ഒന്നുകൂടി സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയത്. അന്താരാഷ്ട്ര സേനയിൽ പാകിസ്ഥാൻ്റെ സൈന്യങ്ങൾ ഉണ്ടാവുമെന്ന്. പാകിസ്ഥാൻ സൈന്യം ഉണ്ടാവുമെന്ന് അതിനു മുൻപ് ഇസ്രായേലും അതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയും പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ മുസ്ലിം സമാധാന സേന അന്താരാഷ്ട്ര സേനയോടൊപ്പം ഗസക്കകത്തേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ നിലപാടിൽ അവർ എത്തിയിരിക്കുന്നു എന്ന പ്രസ്താവന പാകിസ്ഥാൻ പറയുന്നതിന് മുൻപ് തന്നെ പ്രസ്താവിച്ചത് ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയുമാണ്. ഇത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു രഹസ്യ കരാറിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അന്ന് തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ചില രാജ്യങ്ങളെല്ലാം സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ വേണ്ടി ഏകോപിപ്പിക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ വീണ്ടും ഈ തുർക്കിയുടെ സൈന്യത്തെ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞ് തങ്ങൾ തടയും എന്നുള്ള കാര്യമാണ് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞത്. അത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾ ആ തടയുന്നതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഗസക്കകത്ത് കയറും എന്നുള്ളതും ഇപ്പോൾ സേവന പ്രവർത്തികളൊക്കെ നടത്തുന്നത് തുർക്കിയുടെ സൈന്യം കൂടി ചേർന്നിട്ടാണ്. അവിടെ 35,000-ഓളം വാഹനങ്ങൾ ഈ തുർക്കിയുടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സർവ്വ മേഖലയിലും അവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ പുതിയൊരു രാജ്യത്തെ സൃഷ്ടിക്കാനുള്ള സംവിധാനത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തിക്ക് നേതൃത്വം നൽകുന്ന രാജ്യമാണ് തുർക്കി എന്നതിനാൽ അത് ഇസ്രായേലിന് അങ്ങനെ തടയാനൊന്നും സാധിക്കില്ല എന്ന് അവർ ആവർത്തിച്ചു. അപ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സങ്കീർണമായി കൊണ്ടിരിക്കുന്നത്. റഫ അതിർത്തി തുറക്കണമെന്ന് വീണ്ടും തുർക്കി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെടാതെ മൗനം പാലിക്കുന്നത് കള്ളത്തരമാണ് എന്ന് ഇറാൻ 22 രാജ്യങ്ങളോട് തന്നെ വിമർശന വിധേയമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. ഈജിപ്തിലെ ഉച്ചകോടിയോടനുബന്ധിച്ച് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന വളരെ പ്രധാനമായ രീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഗസക്കകത്തേക്ക് എല്ലാ വാഹനങ്ങളെയും നിയന്ത്രണമില്ലാത്ത രീതിയിൽ പ്രവേശിക്കുമെന്നും അവർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുമെന്ന് അന്ന് കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ്. 6000-ലധികം വാഹനങ്ങളാണ് വ്യത്യസ്ത ലോക രാജ്യങ്ങളിൽ നിന്ന് ഗസയിലേക്ക് കാരുണ്യ സഹായവുമായിട്ട് എത്തിയിട്ട് ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് പ്രവേശനാനുമതി കിട്ടാതെ. ഈ ഒരു സ്ഥിതി വിശേഷത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് അങ്ങോട്ട് പ്രവേശനാനുമതി നൽകാൻ പോലും സാധിക്കുന്നില്ലെങ്കിൽ എന്ത് കരാർ വ്യവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ഇതിനു മുൻപ് ചോദിച്ചത് തന്നെ വലിയ വിവാദമായിരുന്നു. അതിനോട് തൊട്ട് പിറകെ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി അതേ കാര്യം തന്നെ ആവർത്തിച്ച് വീണ്ടും പറഞ്ഞു, എന്ത് കരാർ വ്യവസ്ഥയാണ് ഉണ്ടാക്കിയത്? കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നവർ അത് പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നീട് ആ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകരുതായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇറാന് പ്രത്യേക ക്ഷണം കിട്ടിയിട്ട് പോലും ഇറാൻ പോകാതിരുന്നതിൻ്റെ കാര്യം. ഇതൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക സമ്മതിക്കില്ല. ഇവിടെ ഇസ്രായേലിനേക്കാണ് കഠിനമായിരിക്കുന്ന നിലപാടെടുക്കുന്നത് അമേരിക്കയാണ്. അത് കണ്ടെത്താനും അവർക്കെതിരെ സംസാരിക്കാനും കനവും കരുത്തുമില്ലാത്ത രാജ്യം സമാധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതിൽ എന്താണ് അർത്ഥം എന്നാണ് ചോദിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ ഗസയുടെ വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ കാഠിന്യങ്ങൾ പല മേഖലയിലും രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അക്രമം റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈനികർക്ക് നേരെ വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാകുന്ന രീതിയിൽ സ്ഫോടന കാര്യങ്ങളും ചെറിയ രീതിയിലെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതൊന്നും ഇസ്രായേലിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും അല്ലെ ഇസ്രായേലിൻ്റെ സൈന്യത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും നിലപാട് പറയാത്ത രീതിയിൽ മാറി നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗസക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള മരണങ്ങളെല്ലാം അവർ റിപ്പോർട്ടാക്കി പുറത്തു വിടുന്ന സമയത്ത് പറയുന്നത് അവിടെ ഇസ്രായേൽ ഹമാസ് തങ്ങളെ ആക്രമിച്ചത് കൊണ്ട് തങ്ങൾ തിരിച്ചടിച്ചു, അതുകൊണ്ട് ഹമാസിൻ്റെ 25 പേർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ 8 പേർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ 3-2 വയസ്സുള്ള കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സംഘം പോലും, അതായത് കൂടി നിൽക്കുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്ന പ്രവൃത്തി മുൻപ് എങ്ങനെയാണോ ഇസ്രായേൽ ഗസക്ക് നേരെ നടത്തിയത് അതിപ്പോഴും തുടരുന്നുണ്ട്. കരാർ വ്യവസ്ഥയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. അത്
ലംഘിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വരച്ചിരിക്കുന്ന ഒരു യെല്ലോ ലൈനുണ്ട്. ഈ യെല്ലോ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് ഫലസ്തീൻ്റെ ആളുകൾ പ്രവേശിക്കുന്ന സമയത്താണ് വെടിവെക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ യെല്ലോ ലൈനും ഇവരും തമ്മിൽ വലിയ രീതിയിലുള്ള അന്തരമുണ്ട്. ഏകദേശം 3-4 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ ഫലസ്തീനികൾ ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്നത്. അവരുടെ യെല്ലോ ലൈനും കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ യെല്ലോ ലൈനും ഇവരുടെ യാത്രാ സംബന്ധമായിരിക്കുന്ന ദൂരം കണക്കാക്കുന്ന സമയത്ത് 3 മുതൽ 4 വരെ കിലോമീറ്റർ ഉണ്ട് എന്നാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സർവ്വ മേഖലയിലും, അതായത് ഭൂരിപക്ഷമായിരിക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലുടനീളം അതിർത്തിയിൽ ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സൈന്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അവിടെ വലിയ സംഘർഷാവസ്ഥ, വലിയ വിഷയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിപ്പോഴും നടന്നു വരുന്നു എന്ന് ചുരുക്കം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രയാസമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഗസയിലെ പരമാവധി മേഖലയെല്ലാം ഹമാസിൻ്റെ ആധിപത്യത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആധിപത്യത്തിലേക്ക് വരുന്നതിനോടനുബന്ധിച്ച് അവർ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹവും ശക്തിയും സംഭരിക്കുന്നു. 30,000-ലധികം പുതിയ സൈനികരെ തന്നെ ഗസയിലേക്ക് ഹമാസ് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇതിൻ്റെ മുൻപ് തന്നെ റിപ്പോർട്ട് വന്നതാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വൻ തോതിലുള്ള സൈനിക വിന്യാസം അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് നിയന്ത്രിക്കാൻ വേണ്ടി പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈന്യത്തിന് ഗസക്കകത്തുണ്ടായിട്ടും ഹമാസിൻ്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും വലിയ അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും, അമേരിക്ക 24 മണിക്കൂറും കൂടെ ഉണ്ടായിട്ടും, യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടും, എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും അവർക്കിപ്പോഴും സാധിക്കുന്നില്ല. അത് വല്ലാത്ത രീതിയുടെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ സൈന്യം പൂർണ്ണമായ രീതിയിൽ ഗസയിൽ നിന്ന് പിന്മാറാതെ ഇത്തരം ഏതെങ്കിലും തരത്തിൽ രഹസ്യങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ അവർക്ക് വിജയ മുന്നേറ്റങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ 2ാം ഘട്ട കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിച്ചതിന് ശേഷവും ബന്ദികളായി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം മോചിപ്പിച്ചതിന് ശേഷവും പിന്നീടുണ്ടാകുന്ന 2ാം ഘട്ട കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ നിരായുധീകരിച്ചുകൊണ്ട് അവിടേക്ക് അന്താരാഷ്ട്ര സേന നിയമിക്കുക എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഇപ്പോഴും ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഹമാസിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് ആ മേഖലയിൽ പുറത്തു വരുന്നത്. അത്രയും ശക്തമായിരിക്കുന്ന മുന്നേറ്റമാണ്. 2ാം ഘട്ടത്തിൽ ഒരു യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇസ്രായേലിന് താല്പര്യമില്ല. കാര്യം 2 കൊല്ലം യുദ്ധം ചെയ്തിട്ടും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വിഭാഗത്തെ ഇനിയും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് മണ്ടത്തരമാണ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇവിടെ സമാധാനമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും പാകിസ്ഥാനും എല്ലാ കാലത്തും വലിയ സഖ്യ കക്ഷികളാണ്, സൗഹൃദ രാജ്യങ്ങളാണ്. എല്ലാവിധ ഇടപാടുകളും പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ, പാകിസ്ഥാനാണെങ്കിൽ ആണവായുധ രാജ്യവുമാണ്. അപ്പോൾ ഈ ആണവായുധ രാജ്യത്തെ ഈ പാലസ്തീൻ അനുകൂലമായ രീതിയിൽ ഹമാസിനെതിരെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വലിയ വിജയമാണ് എന്ന് ഇസ്രായേൽ കണക്കൂട്ടുന്നു. അത് അമേരിക്കയോട് പറയുന്നു, അമേരിക്ക അത് പ്രഖ്യാപിക്കുന്നു. അമേരിക്ക അവിടുത്തെ സൈനിക കമാൻഡറോട് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസ്താവന പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ സൈന്യം ഇവിടേക്ക് എത്തുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും പിന്നീടുള്ള പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോഴും പറയാൻ വേണ്ടി സാധിക്കില്ല. കാര്യം ഒരു കൂട്ടായ രീതിയിലുള്ള ഐക്യപ്പെടുന്ന ഒരു സൈനിക സഖ്യമായിട്ട് പാകിസ്ഥാൻ്റെ സൈന്യത്തെ ലോകം കാണുന്നില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു പരീക്ഷണ ഭൂമി പോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ പല ഘട്ടത്തിലും സൈന്യം ഭരണത്തെ അട്ടിമറിക്കുന്നു, ഭരണം സൈനികരെ പിടിച്ചിട്ട് ജയിലടക്കുന്നു, സൈനികരെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനിൽ ഭരണം അട്ടിമറിയലും അവിടുത്തെ ഈ പ്രധാനമന്ത്രി വെടിവെറ്റ് മരിക്കലും അല്ലെങ്കിൽ പ്രസിഡന്റിനെ വെടിവെച്ച് കൊല്ലലും അതിൽ നിന്ന് കമാൻഡർമാരെ ജയിലിൽ കടത്തലും അത്തരം രീതിയിലുള്ള ഒരു ദാരുണമായിരിക്കുന്ന സംഭവ പല ഘട്ടങ്ങളിൽ ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച എന്നല്ലാത്ത രീതിയിൽ ഗസക്കകത്ത് ഏതെങ്കിലും തരത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാന് സാധിക്കുമെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഒരു വിശ്വാസമല്ല. പിന്നെ ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമായിട്ട് അവരെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് തുർക്കി സൈന്യത്തെ അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുർക്കിയേക്കാൾ സൈനികമായിരിക്കുന്ന ശക്തിയും ബലമുള്ള രാജ്യം പാകിസ്ഥാനാണ്, അവരെ പ്രവേശിപ്പിക്കാം എന്നുള്ളതാണ് തുർക്കിയെ തടയാനുള്ള ഒരു ഉദാഹരണമായിട്ടോ അല്ലെങ്കിൽ തടയാനുള്ളൊരു കാരണമായിട്ടോ ഇസ്രായേൽ പറയുന്നത്. അത് തന്നെ അമേരിക്കയും
പറയുന്നത്. കുട്ടികളെ പോലെയാണ് എല്ലാ ഘട്ടങ്ങളിലും പാകിസ്ഥാനും ഇസ്രായേലും അമേരിക്കയും സംസാരിക്കാറുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി എങ്ങനെ സാധിക്കും എന്ന് പല അറബ് രാജ്യങ്ങളും ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അറബ് രാജ്യങ്ങളെല്ലാം മുൻപൊക്കെ സമാധാന ആവശ്യത്തിന് വേണ്ടി സൈനികരെ അയക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു രാജ്യവും ഇപ്പോൾ സമാധാന ഐക്യത്തിന് വേണ്ടിയിട്ടോ സമാധാനം പുലരാൻ വേണ്ടിയിട്ടോ തങ്ങൾ സൈന്യത്തെ അയക്കില്ല എന്നുള്ളതും ഈ കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാവണം എന്നുള്ളതാണ്. ഗസക്കകത്ത് തുർക്കിയുടെ സൈന്യത്തെ പ്രവേശിപ്പിക്കില്ലെന്ന് പറയാൻ ഇസ്രായേലിന് എന്ത് അധികാരം എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. കാര്യം ഗസ എന്ന് പറയുന്നത് സ്വതന്ത്രമായിരിക്കുന്ന ഒരു ദേശമാണ്. ആ ദേശം മറ്റൊരു രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാവുക എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ്. അതുകൊണ്ട് ആ ഒരു നിലപാടിനെയും ആ ഒരു നയത്തെയും ആ ഒരു സമീപനത്തെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് അറബ് രാജ്യങ്ങൾ തന്നെ നിലപാട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര സേന അയക്കുക എന്ന് പറയുന്നത് യുദ്ധഭൂമിയിൽ ദുരന്തം അനുഭവിക്കുന്ന ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൃത്യമാണ്. മാത്രമല്ല ഇവിടെ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തുർക്കി സൈന്യത്തെ തടയുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിജീവിക്കുമെന്ന് തുർക്കിയും പറയുമ്പോൾ ഈ മേഖല തുർക്കിയും ഇസ്രായേലും തമ്മിൽ നേർക്കുനേരെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.